പറയുകയാണെങ്കിൽ ഒരു വർഷം മുന്നേ ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പം യാതൊരു പ്രതീക്ഷയും എക്സ്പെക്റ്റേഷനും ഒന്നും എൻ്റെ മനസ്സിലില്ലേനു. ജസ്റ്റ് എൻ്റെ ഒരു എസ്തെറ്റിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാം, യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ചാനൽ തുടങ്ങിയ കാര്യം എൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള 2-3 ആൾക്കാർക്കല്ലാണ്ട് വേറെ ആരോടും ഞാൻ പറയാൻ പോയിട്ടില്ല. കാരണം വേറൊന്നുമല്ല, എനിക്ക് ഭയങ്കര ഷൈ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അവരെന്നെ കളിയാക്കോ അയ്യേ എന്നൊക്കെ പറയുമെന്നൊക്കെ ഓർത്തിട്ട് ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ അധികാരോടൊന്നും പറയലുമില്ല. അതാണ് എനിക്കങ്ങനെ പുറത്താരോടും പറയാൻ വലിയ താല്പര്യമില്ല. എനിവേയ്സ് അന്നൊക്കെ ഒരു 100 വ്യൂവേഴ്സൊക്കെ കിട്ടുന്ന സമയത്തുള്ള എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ പീക്ക് ലെവലാണ്. അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാന്ന് പോലും എനിക്കറിയില്ല. അന്ന് അറിയാത്ത 2-3 കമൻസ് ഒക്കെ വന്നപ്പോഴാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിൽ തന്നെ തോന്നിയിട്ടുള്ളത്. എൻ്റെ കേസിൽ സത്യം പറയുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഒരു ഇൻകം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വീഡിയോ ചെയ്ത ഒരാളല്ല. കാരണം എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പേനു. കാരണം ഞാൻ ഫേസും കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടാമെന്നൊക്കെ ഞാൻ തിങ്ക് ചെയ്തിരുന്നു. ബട്ട് അൽഹംദുലില്ലാ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകമൊക്കെ കിട്ടി. അത് നിങ്ങളെല്ലാവരും ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. എന്തായാലും സ്റ്റോറി പറയുകയാണെങ്കിൽ ലെങ്ത് കൂടും. നിങ്ങൾക്ക് പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കേടാ, ബൈ.